നമസ്കാരം, ഞാൻ ഷിംജിത്ത് തില്ലങ്കേരി. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് കാട്ടുചേന. കാട്ടുചേനയുടെ തണ്ട് എങ്ങനെ കറി വെച്ച് കഴിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇതാണ് കാട്ടുചേന. ഇതാണ് കാട്ടുചേന എന്ന് പറയുന്ന ചേന. ഇതിപ്പം കാട്ടുചേനൻ്റെ പൂവാണ്. ഇനി ഇതിന് ഒരു തണ്ടുണ്ടാവും. ആ തണ്ടാണ് നമ്മളെ ചേന പോലെ, സാധാരണ ചേന പോലെ. അതെങ്ങനെ കറി വെക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. എന്താ അതിൻ്റെ പൂ വിരിയുന്നതാണ്. ഫസ്റ്റ് ചേനയിൽ ഇതുപോലെ പൂ വിരിയും. ഇതാണ് കാട്ടുചേനേൻ്റെ പൂവ്. ഈച്ചയില്ലല്ലോ, ഭയങ്കര മണം അല്ലേ. ഈച്ച ഇങ്ങനെ വന്നിട്ട് ഇത് പൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര, ഈ പ്രദേശത്തെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെ മണം. ഇതാണ് ചേന മുളച്ചു വരുന്നതാണ് ഈ കാണുന്നത്. ഇത് മുളച്ച് വന്ന് ഇനി ഇതാ ഉണ്ടല്ലേ, കാട്ടുചേനയിൽ 2 ടൈപ്പ് ചേനകൾ വരുന്നുണ്ട്. ഇതുണ്ട, ഇതിന് ഒരു പുള്ളി കുത്തു പോലെ വരും. പിന്നെ വേറെ ഒന്ന് വരുന്ന ഇതാ ഇതേപോലത്തെ വരും. ഇതിന് ഇതുപോലെ തണ്ടിൻ്റെ കളറ്, ഇതിൽ കുത്തൊന്നും ഉണ്ടാവില്ല. ഈ മോഡൽ വരും. കണ്ട, ബ്രൗൺ കളർ തന്നെ വരുന്ന, രണ്ടും ഓലം വെക്കാൻ ഉപയോഗിക്കും. ചേന ഈ രൂപത്തിലായി കഴിഞ്ഞാലാണ് ഓലം വെക്കാൻ എടുക്കുക. ഇത് ഇനിയിപ്പം ഇത് നല്ലോണം ഓരോ തണ്ട് മുറിച്ചെടുത്ത് അതിൽ ചക്കക്കുരുവും ചേർത്തിട്ട് ഓലം വെക്കാം. നല്ല തേങ്ങാപ്പാലിൽ വെച്ച് അല്ലേ. ഈ ടൈപ്പിലാവുമ്പോഴാണ് മുറിച്ചെടുക്കുന്നത്. ഇത് കാട്ടുചേനയാണ്. ഇതുപോലുള്ള കാട്ടുചേനേൻ്റെ തണ്ടാണ് ഇത്. കാട്ടുചേനേൻ്റെ ഈ രൂപത്തിലായ തണ്ട് മുറിച്ചിട്ടാണ് ഇത് വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ചേനേൻ്റെ തണ്ട് മുറിച്ച് കൊണ്ടുവന്നതാണ് ഈ കാണുന്നത്. ഇതുപോലെ ഇതിൻ്റെ തോല് തോലം കളിയ ഈ ചോന്ന വന്നില്ല, അതങ്ങ് ഒഴിവാണ് ഫുള്ളായിട്ട്. ചില ആളുകൾക്ക് ഇത് ചൊറിയൂലെന്ന്, പക്ഷെ ഇത് ചൊറിയൊന്നുമില്ല, കയ്യൊന്നും ആവില്ല, ചൊറിയൊന്നൊന്നുമില്ല. കണ്ടാ ഇതുപോലെ. ഇനി ഇതിൻ്റെ അപ്പുറം കുറച്ച് ഒരു 2-3 ചക്കക്കുരുവും കൂടി ചേർക്കാം. ഇത് കുക്കറിൽ വെച്ചതാണ്. കുക്കറിൽ ഇനി വെച്ചിട്ട് നിറച്ചുകൊണ്ട് ഇതിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുക്കറിൽ ഫുള്ളായിട്ടില്ലേ. ഇതിന് ഒരു വിസിൽ മതി. ഒരു വിസിൽ വന്നാൽ മൊത്തം അടിഞ്ഞ് ഇതായിത്തീരും. ഇതൊരു വിസിൽ വന്നതാണ്. ഇത് വന്നതിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ ഇത് അതിൽ നിറച്ചില്ല, ഇത് ഇത്രയായി എല്ലാം നല്ല വെന്ത് ഇതിൽ ചക്കക്കുരുവെല്ലാം ഇട്ട്. ഇനിയിപ്പം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇതിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാലും കൂടി ഇതിൽ ഒഴിക്കുക. തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റിലെ കറിയായി. ഇതിൽ കുറച്ച് വെളുത്തുള്ളി വറുത്തിടുക. വെളുത്തുള്ളിയും കടുവെല്ലാം കൂടി വറുത്തിടണം. നല്ല ചേനേൻ്റെ തണ്ട്, നേരത്തെ കണ്ട തണ്ട് ആയതാണ്. നല്ല നല്ല മുളയെല്ലാം വറുത്തിട്ട് നമ്മൾ തണ്ട് കണ്ട ഇതേപോലെ ആയി. ഒറ്റ വിസിലിനെല്ലാം നല്ല ഇതായിട്ട് വന്നു. ഇനി അതാ ഭയങ്കര ടേസ്റ്റാണിത്. ഇത് ടേസ്റ്റ് വേറെ തന്നെയാണ്.
അടിപൊളി ടേസ്റ്റാ. നന്നാ ടേസ്റ്റ്. ഇതിൻ്റെ ചക്കക്കുരുവും വെളുത്തുള്ളിൻ്റെ ആ മണവും എല്ലാം കൂടിയാവും ഭയങ്കര അടിപൊളി ടേസ്റ്റ്. ഒന്ന് കൂട്ടി വെക്കണം ഇതിൻ്റെ രസം അറിയണ്ടെങ്കിൽ. ഇത് കാട്ടുചേനേൻ്റെ കിഴങ്ങാണ്. ഇത് ഒരുപാട് മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്.